ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു ചീസി ബ്രെഡ് കോൺ എന്ന് പറയുക, അല്ലെങ്കിൽ ചീസി ബ്രെഡ് സമൂസ എന്നും പറയുക ഈ ഒരു ഷേപ്പ് കണ്ടിട്ട്. അപ്പോൾ സിമ്പിളാണ്. ഈ ഒരു ഫില്ലിംഗ് തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്യണ ആ ഒരു ഫില്ലിംഗ് തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഫില്ലിംഗ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചീസി ബ്രെഡ് കോൺ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ചിക്കൻ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോഴായിരിക്കും ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ്, സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു മസാലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ഇതിലധികം പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ചിക്കൻ്റെ ആ ഒരു മുളകിൻ്റെ കളറൊക്കെ ഇതിലേക്ക് വരും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഒരുപാട് സമയം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കറക്കാൻ വേണ്ടി പാടില്ല, അപ്പോൾ പേസ്റ്റ് ആയിപ്പോൾ. നമ്മളൊന്ന് പൾസ് ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 or 3 തവണ പൾസ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില വേണമെന്നില്ല, മല്ലിയില മാത്രം ഇട്ടാലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ്, വൈറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടി നല്ലത് ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക ഇതുപോലെയുള്ള മിൽക്ക് ബ്രെഡ് ആയിരിക്കും. ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. സൈഡ് കട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക, പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആവിപാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇത് കോണ് പോലെ ഒന്ന് മടക്കിയെടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നടുക്കേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് മൈദയുടെ പേസ്റ്റ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടത്. ഈ ഒരു ബ്രെഡ് കോൺ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി മൈദയുടെ പേസ്റ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് കൂടി ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക വേണ്ട. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഒട്ടി കിട്ടുള്ളൂ. ആ ഒരു എൻഡൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക, ഹോളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, നമ്മൾ പരത്തി എടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്ന പേടി ഉണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആവി കയറ്റിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ബ്രെഡ് കോണിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിംഗ് വെക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി നിറക്കുന്നു വേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. എല്ലാ എൻഡും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മുടെ ബ്രെഡ് കോൺ. ഇതേ ഷേപ്പിൽ നമ്മുടെ നാട്ടിലൊരു പലഹാരം ഉണ്ട് കേട്ടോ, മണ്ട എന്ന് പറഞ്ഞിട്ട്.
എത്ര പേർക്ക് അറിയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതേപോലെ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഫില്ലിങ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ കോണാക്കിയിട്ടും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിൽ ചീസ് വെക്കാണ്ടും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ബ്രെഡ് കോൺ തയ്യാറാക്കിയിട്ട് ഇതിനകത്ത് ഈ ഒരു ഫില്ലിംഗ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഒട്ടിച്ചിട്ട് ഒരു കണ്ടെയ്നറിനാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്ര മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഫില്ലിങ് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ടാക്കി ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. ഇത്രയും ഓയിലും ശരിക്കും വേണ്ട. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ബ്രെഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനകത്തുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആവും വേണം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് 2 സൈഡും പെട്ടെന്ന് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് സമയം ഇടുകയാണെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിക്ക്. ബ്രെഡ് കരിഞ്ഞു പോയാൽ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീസി ബ്രെഡ് കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി സ്നാക്കാണ്, ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചീസ് ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ചീസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കുക. ബാക്കി ഫില്ലിങ് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അത് നാളെ ഞാൻ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക് യു.